സുധാര അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ നിന്റെ മോളെ കല്യാണം മുടക്കിയത് ഞാനല്ല കേട്ടോ. ഈ ചെല്ലപ്പൻ അങ്ങനെ മനസാക്ഷി ഇല്ലാത്തവനല്ല. ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. അയിലത്തിരുന്ന് അങ്ങനെ ചെയ്യുവാടാ ഈ ചെല്ലപ്പൻ കേട്ടോ. നീ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നതിന് ദൈവം നിനക്ക് അതിന്റെ ശിക്ഷ തരൂടാ കേട്ടോ. സുധാകര, പണ്ടൊക്കെ അറിഞ്ഞ ദൈവം പയ്യെ പയ്യെ, ഇപ്പൊ ദ്രോഹം ചെയ്യുന്നവരുണ്ടല്ലോ ആ സ്പോട്ടിലാ ദൈവം ശിക്ഷ കൊടുക്കുന്നത് കേട്ടോ. ഒരു ഓളത്തിന് പറഞ്ഞതാ, ഓട്ടി തന്നോ ആണ്ടടാ നഖ ഊരി തറയെ കിടക്കും. കക്കാത്തോടായിരുന്നു. എലീനെ എന്തോ പിടിക്കാനായിട്ട് 3 എലിവില്ല് ഞാൻ ഉണ്ടാക്കി വെച്ചു. ഈ പറഞ്ഞു വരുമ്പോ കൊച്ചാൻ ഇടയ്ക്ക് കയറി എന്തോ വിളിക്കല്ലേ, ഫ്ലോ നഷ്ടപ്പെട്ടു. പറഞ്ഞു മനസ്സിലായോ? എലീനെ പിടിക്കാനായിട്ട് 3 എലിവില്ല് ഞാൻ ഉണ്ടാക്കി വെച്ച്. ഇത് കൊണ്ടുപോയാണെ കാശ് തരുവോ? അതുമില്ല. ഞാൻ കിടന്ന് നക്ഷത്ര വെണ്ണുവാ. പറഞ്ഞ മനസ്സിലായോ? എലീനെ അതിനെ ഒരു എലിയുടെ പേര് പറഞ്ഞപ്പോ എന്തോന്ന് കേട്ടോ. എലീനെ മോളൊരു കോടാലി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു? മാമ ഉണ്ടാക്കി വെച്ച് ഇന്നലെ ഒന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് എന്ത് എടുക്കാത്ത? ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഭർത്താവ് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കോടാലി കൊണ്ടുപോണ്ട. 2 കോടാലി ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായോ? ആരുടെ ഇതൊക്കെ ഇത് ഇങ്ങോട്ട് എടുത്തിട്ടേക്കുന്നത്? മരുമോൻ ചെറുക്കനാ കേട്ടോ. ആ ചെറുക്കന് ചെല്ലപ്പേണ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം അങ്ങനെ എഴുതിയേക്കണം. അതറിയത്തില്ലയോ? ഈ 2K കിഡ്സ് കൊണ്ട് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഈ പിന്നെ വീട്ടുകാർക്കൊന്നും പിച്ചാത്തി തീരുമ്പോ വെട്ടത്തൊന്നും വേണ്ട, എല്ലാം മിഷൻ ആയില്ലയോ. ഇതാകുമ്പോ കോളേജ് പിള്ളേർക്ക് ഇത് ആവശ്യമാ. ഇപ്പൊ ഞാൻ ഒരു മാമൻ ഒരു ഓഫർ വെച്ചേപ്പോണ്ട്. 10 വടിവാൾ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് ഒരു പേനാക്കത്തി സൗജന്യം. ഇരിക്കാൻ പറഞ്ഞല്ലെന്ന്, കാലം മാറിപ്പോയില്ലയോ. ഇപ്പൊ പിള്ളേരെ അടിക്കാൻ സാറ് വടി എടുത്ത പിള്ളേർ വടിവാൾ എടുക്കും, സാറ് പേന എടുത്ത പിള്ളേർ പേന കത്തി എടുക്കും. പണ്ടൊക്കെ നമ്മൾ സ്കെച്ച് പേന എടുക്കാൻ സാറ് വഴക്ക് പറയായിരുന്നു. ഇപ്പൊ വഴക്ക് പറയുന്ന സാറിന് പയ്യന്മാർ സ്കെച്ച് ചെയ്യും. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. പശുവോ ആടോ ആനയോ ഒന്നുമല്ല. കാടിയും വെള്ളം കൊണ്ട് ആരും ചെല്ലരുത്. എന്റെ മരുമോ ശ്യാമങ്ങാടാ. റീ എൻട്രിയാ കേട്ടോ. എന്തുവാടാ മാമാ? ഓ, എന്റെ കയ്യിലിരിക്കുന്ന പിച്ചാത്തി ഭയങ്കര തുരുമ്പ് മാമാ. അത് എങ്ങനെ പോവാൻ എന്ത് ചെയ്യും? നീ ആദ്യം കുറച്ച് ഗ്രീസ് എടുത്തിട്ട് തൊണ്ടയുടെ തുരുമ്പ് മാറ്റും, പിന്നെ പിച്ചാത്തിയുടെ തുരുമ്പ് മാറ്റാം കേട്ടോ. ഈ ഇരുമ്പടിക്കുന്നതെല്ലാം പൊന്നുമോനെ ഇവൻ തിന്ന് തീർക്കുക കേട്ടോ. എത്ര നാളുകൊണ്ട് ഞാൻ ഈ കൗണ്ടർ അടിച്ചാ ജീവിക്കുന്നത്? കൗണ്ടറോ അല്ല, ഇരുമ്പടിച്ചാ ജീവിക്കുന്നത്. ഇത് മൊത്തം അവ അടിച്ച് തീർക്കുക. എന്റെ പൊന്നു ഭാവാനെ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റ്. അതാ വരുന്നു. ഈ ചെല്ലപ്പണിക്കാരൻ കൊല്ലപ്പൻ എന്തു നോക്കുന്നേ? നീ തലതിരിച്ച് പറഞ്ഞ് ഏറ്റവും നോക്കുക. അവിടെ കളഞ്ഞാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അല്ല, അത് ഈ തിരിച്ചു പറഞ്ഞ കൊല്ലപ്പണിക്കാരൻ ചെല്ലപ്പൻ ഞാനാ. അതെ, എനിക്കൊരു സഹായം ചെയ്യുമോ? ഷൂവും കോട്ടും ഒക്കെ ഇട്ട് വന്നപ്പം ബാഗിൽ കൈ വിട്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ കട്ടിക്ക് കൊണ്ടുവരുവാന്ന്. അപ്പൊ ഞാൻ സഹായം ചെയ്യണമെന്ന് കേട്ടോ. എന്തുവാ 100-500 ആണെങ്കിൽ കുഴപ്പമില്ല. അതെ, എന്റെ കയ്യിലൊരു വള കുടുങ്ങി. ഏതവള്? ഏതവളല്ല, ഒരു വള കുടുങ്ങി. അത് ഊരി തരുമോ? വളയൊക്കെ നിസ്സാര കേസ് കെട്ടില്ല ചെല്ലപ്പന്. ആ വളയൊന്ന് കാണട്ടെ. കുപ്പിവള കിലി കില കിലിങ്ങത്തെ വളങ്ങ്. വളങ്ങോ? വിലങ്ങ്. വിലങ്ങ്. ഈ കൊല്ലക്കുഴി വന്ന് സൂചി കച്ചവടം ചെയ്യരുത്. പറഞ്ഞ മനസ്സിലായല്ലേ? മാമ ഒന്ന് ഊരി തരുമോ? മാമ എന്താ നിന്റെ പേര്? വാവച്ചി. ഇവിടെ കിടന്ന് വാവച്ച വാ വലിച്ച് ഞാൻ കയറി പറഞ്ഞു. അതല്ല, ഞാൻ പേര് വാവച്ചി എന്ന് പറഞ്ഞതാ. ഞങ്ങൾ മൂക്കൊച്ചാന്നോ? എന്റെ മാമ അതല്ല, വാ വാ ഇല്ലായിരുന്നു കേട്ടോ. ആരെ കൊന്നിട്ടാടാ വരുന്നേ? എന്റെ മാമ ഞാൻ കൊന്നിട്ടൊന്നുമല്ല വന്നേ. പിന്നെ ഞാനൊരു കലാകാരനാ മാമ. ഇരിക്കുന്നവരൊക്കെ ആക്രി പറക്കാൻ വന്നവരാ. സത്യത്തിലുണ്ടല്ലോ, ഈ പോലീസുകാരെ കാരണം കലാകാരന്മാർക്ക് ഇത് ജീവിക്കാൻ പറ്റുന്നില്ല മാമ. സോറി, അറിഞ്ഞില്ല മാമ. തരാതവനേടാ. സത്യം, ഈ 10 മണി കഴിഞ്ഞാൽ പിന്നെ കലാകാരന്മാർക്ക് വാ തുറക്കാൻ പറ്റത്തില്ല. അവർക്ക് വലിയ വിഷയമാണ്. പക്ഷെ കുടിയന്മാർക്ക് 12 മണിയെ തുറക്കാം കേട്ടോ. മാമ അറിഞ്ഞില്ലല്ലോ. കരയല്ലേടാ. ശരി പോട്ട് മോനെ. നീ പിന്നെ നാടകമോ ഗാനമേളയോ അത് എന്തുവാടാ? മോഷണം. മോഷണം ഒരു കലയല്ലേ മാമ? ഓടി വരണ്ടേ മാമ? വിളിക്കല്ലേ മാമ? ഓടി വരണ്ടേ? വിളിക്കല്ലേ? 1000 രൂപ മാമന് തരും. ഓടി വായോ. 2000 തരും. ഓടി വായോ. 3000 തരും. എടാ വാടാ. സ്വർണ്ണമാല തരും.
പനീർ പനീറാ? ഇനി പറ എത്ര അവന്റെ സ്വർണം തരും? മാമ ഉം. വല്ലോന്റെ കഴുത്തേ കിടക്കുന്ന മാല തൂക്കി നോക്കി അടിച്ചോണ്ട് വരാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യ്, പൊട്ടിക്കുമ്പോ കട്ടിക്ക് പൊട്ടിക്കോ, എന്നെ പറ്റിക്കരുത്. ഓക്കെ. പകര ആയ് ചക്രം. എന്തുവാടാ ഇത്? എനിക്ക് കറക്കുന്ന ഭയങ്കര ഇഷ്ടമാ. അവിടെ വെച്ചിട്ട് വന്നേ. ഏ? അപ്പുറത്തെ 2 എരുമയുണ്ട്. ഞാൻ അതാ പോയി കറക്റ്റ്. എന്താ മാമ ഇങ്ങനെയൊക്കെ പറയാ? ഇതെന്റെ ചോറാണോ ഇത്? ചോറാ? അല്ലാതെ എന്റെ മാമ ആ. ഈ കഴിക്കുമ്പോ തൊണ്ടയിൽ ഈ കമ്പിയൊക്കെ കൊടുക്കത്തില്ലയോ മാമ? ഓൾഡ് കൗണ്ടറിന് അവര് നെഗറ്റീവ് കൗണ്ടർ പറഞ്ഞാൽ നിന്റെ നെഞ്ചത്ത് വെച്ചോണം. മാമ, പെട്ടെന്ന് അയക്കണം മാമ. ബൈ. നമുക്ക് ആദ്യം ഈ ചെറിയ ആണി അടിച്ചു വളയ്ക്കാം. അയ്യോ അതെന്റെ ചെറിയ ആണിയല്ല, ആ. അത് കുഞ്ഞു വിരല്. എന്താടാ തള്ള വിരല്. പൊക്ക്. ആ, ഇങ്ങനെ പിടിച്ചോണേ. എന്തോ മാമ ഇതെന്തോ കാണിക്കുന്നത്? തള്ളയും കുഞ്ഞും അകർന്നിരുന്ന വളരെ മോശമാണ്. അവര് ഒട്ടി തന്നെ അയ്യോ, മാമ അവന്റെ തേങ്ങ ഇത് അഴിച്ചു അമ്മയെ മോനെ പരിചയപ്പെടുത്താൻ വന്നോ? ഇത് വിലം കഴിക്കാൻ വന്നോ? വിലം കഴിക്കാൻ അങ്ങോട്ട്. ഇങ്ങോട്ട് പെയ്യോ. കല്യാണമൊക്കെ കഴിച്ചാന്നാ? കഴിച്ചതാ മാമ. എത്ര മക്കളടാ? എനിക്ക് 5 മക്കളാ. അയ്യാ, ഇപ്പൊ കിടന്ന് കീറിയിട്ട് കാര്യമുണ്ടോ? അന്ന് ആലോചിക്കണമായിരുന്നു. എന്റെ കൈ പിടിച്ച് തിരിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ. മാമ, ഇപ്പൊ എന്റെ ഭാര്യ 6ാമത്തെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുക. ബാക്കിയുള്ള പെണ്ണുങ്ങൾ പൊതിഞ്ഞ് കക്ഷത്ത് വെച്ചോണ്ട് പിന്നെ എന്റെ കാര്യം എന്തൊക്കെ പറഞ്ഞോണ്ടല്ലോ. എന്റെ ഭാര്യ നല്ല മിടിക്കായിട്ട് അവനറിയോ? പിന്നെ നിന്റെ ഭാര്യയുടെ ചരിത്രം അന്വേഷിക്കില്ലേ ഞാന്? അതല്ല, പിന്നെ അവളെന്ന് പറഞ്ഞാൽ ഇന്ന് പ്രസവിച്ചെന്ന് വിചാരിച്ചോ, നാളെ രാവിലെ കുഞ്ഞിനെയും സഞ്ചി എടുത്തോണ്ട് നേരെ ചന്ത പോവും. നീ കങ്കാരികളാ കെട്ടിയത്? അല്ല, കുഞ്ഞിനെ സഞ്ചരിച്ചോണ്ട് ചന്തയിൽ പോകുന്നു. അതല്ല മാമ, അവൾ അത്രയ്ക്ക് നല്ല ആക്റ്റീവാണ്, മിടിക്കാന്ന് പറഞ്ഞതാ. പിന്നെ കഴിഞ്ഞ 5 പ്രസവവും സിസേറിയൻ ആയിരുന്നു മാമ. അയ്യോ. ഈ 6ാമത്തെ പ്രസവമെങ്കിലും സുഖപ്രസവം ആക്കി തരണേ എന്റെ ദൈവമേ. ദൈവത്തെ വിളിക്കണ്ട. മാമ ഒരു ടിപ്സ് പറഞ്ഞുതരാം. ചിപ്സാ? ടിപ്സ് അല്ല, പേത്തലയാ, നീ ഒന്ന് കേള്. പറ. ഈ ഭാര്യയെ ലേബർ റൂമിട്ട് കൊണ്ടുപോകുമല്ലോ. ഈ പോന്ന സമയത്ത് നീ എന്റെ ഭാര്യക്ക് ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണം. മൊബൈലോ? എന്തിന്? എടാ, മൊബൈല് കണ്ട ചാടി വീഴാത്ത കുഞ്ഞുങ്ങളുണ്ടോടാ? എന്റെ ഭാര്യ അങ്ങനെ സുഖപ്രസവമായത്. അങ്ങനെ സുഖപ്രസവം നടക്കും. പിന്നെ ഭയങ്കര ഐഡിയ ആണല്ലോ മാമ. പിന്നെ മാമ ഊരി. തെങ്കാശി. തെങ്കാശിയാ? എന്റെ ഭാര്യയുടെ ഊര് തെങ്കാശി. അതല്ല, ഒന്ന് ഊരി 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 ഊരി. നീ ഊരെന്ന് പറഞ്ഞ എന്റെ മൂത്ത ചെറുക്കണ നിക്കറല്ല ഇത്. ഇത് വിലങ്ങ, ഇത് അടിക്കാച്ച് പാടാ ഇത്. എന്റെ മാമ ഇവിടെ അങ്ങോട്ട്. ഈ വിലങ്ങ് കയ്യിലിട്ടുണ്ട് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മാമൻ അറിഞ്ഞൂടാ. ഇതൊന്ന് വലത്തെ ഈ വിലങ്ങ് കിടക്കുന്ന കാരണമേ എനിക്ക് നേരെ ചൊവ്വ ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. എന്താ ഇവിടെ കിടന്ന് ആഹാരം കഴിച്ചാല്? ഞാനൊരു പൊറോട്ട കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പൊറോട്ട ഇതിനകത്ത് കയറി കുരുങ്ങും. ഇടിയപ്പം കഴിച്ചാൽ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇടിയപ്പം ഇതിനകത്ത് കയറി കുരുങ്ങും. ഞാനൊരു തലമുടി പോകാതെ എന്റെ തലമുടിയല്ല ഇതിനകത്ത് കയറി കുരുങ്ങും മാമ. ഈ വലത്തെ കയ്യിൽ എന്ത് സാധനം ഈ കിടക്കുന്നത് കൊണ്ട് എന്തും കയറി കുരുങ്ങുമോ മാമ. എടാ, ഇത് വലത്തെ കയ്യിലായത് ഭാഗ്യം. ഇടത്തെ കയ്യിലെങ്ങാണോ അവിടെ കിടക്കണം. മാമ ഞാൻ ഒരു കാര്യം പറയട്ടെ. മാമന് ഇത് പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള. വേറെ നല്ല സ്ഥലത്ത്. നല്ല സ്ഥലം? എടാ, ഇതിലും വെറുതെ നിന്റെ സ്വപ്നങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ. ഇത് നല്ല സ്ഥലമാണ്. നിനക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചല്ലേ, എടാ, പണ്ട് ഒരു ജലദേവതയും ഒരു മരംവെട്ടുകാരന്റെ സംഭവം നിനക്കറിയാവോ? പിന്നെ എനിക്കറിയാമല്ലോ. മറ്റേ സ്വർണ്ണക്കോടാലിയും വെള്ളിക്കോടാലിയും കൊടുത്തപ്പോ വേണ്ട എന്ന് പറഞ്ഞ മരംവെട്ടുകാരന്റെ കഥയല്ലേ മാമ? എടാ, കഥയല്ല, ഇവിടെ നടന്നതാടാ സംഭവം. ഇവിടെ നടന്നതാ? എടാ, എന്റെ മുത്തച്ഛൻ പണ്ടൊരു മരം വെട്ടുകാരൻ ഒരു കോടാലി ഉണ്ടായി കൊടുത്തു. ഇവൻ കൊണ്ടിട്ട് പുഴ കളഞ്ഞപ്പോ ഈ ജലദേവത പൊങ്ങി സ്വർണ്ണം വെള്ളി എടുത്ത് കാണിച്ച് അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ആ പഴയ കോടാലി മതിയെന്ന്. അതെന്താ അവൻ അങ്ങനെ പറയാൻ കാര്യം? ആ മരം വെട്ടുകാരന്റെ സത്യസന്ധത. നോ, ക്വാളിറ്റി. ഇവിടുത്തെ ക്വാളിറ്റി മനസ്സിലായോ? ഓ, അതുകൊണ്ടാണ് യഥാർത്ഥ കോടാലി വേണം എന്ന് അയാൾ പറഞ്ഞത്. അപ്പൊ ഈ ക്വാളിറ്റിയിൽ മാമ ഒരു 6 കോടാലി ഉണ്ടാക്കി തരട്ടാ? മാമ, എനിക്ക് കോടാലി ഒന്നും വേണ്ട മാമ. പിന്നെ എനിക്ക് ചെറിയ ഒരു മധു ഉണ്ടാക്കി തന്നാ. അത് ചെറുതല്ലോ, നല്ല തടിയും മണ്ണൊക്കെ. മറ്റേ ഈ കോടാലി പോലെ ഇരിക്കുന്ന കോടാലിയുടെ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ മാമ, മധു. മഴു. അതിപ്പോ ഈ കേരളത്തിൽ കുറവാ. ഇതൊക്കെ ഇപ്പൊ അങ്ങ് ബോംബെയില്. ബോംബെ ഭയങ്കരല്ലേ? ബോംബെ എന്ന് പറഞ്ഞാൽ ബോംബെ എന്ന് പറയുമ്പോ മുംബൈ. മുംബൈ എന്ന് പറയുമ്പോ അയ്യോ, എനിക്ക് എന്തോ അറിയാൻ വന്നതാണ്. അല്ല മാമ എന്തോ ഉദ്ദേശിക്കുന്നത്? എടാ, ബോംബെ എന്ന് വെച്ചാൽ ഭയങ്കര സെറ്റപ്പ്, വലിയൊരു കഥയാ. എന്തോ പറഞ്ഞോ? നീ കേൾക്കണം. ഈ ബോംബെ എന്ന് കേരളത്തിലേക്ക് 2 വിലപിടിപ്പുള്ള സാധനം അന്ന് എത്തിയിട്ടുള്ളായിരുന്നു. അതെന്തൊക്കെ മാമ? ഒന്ന് ബോംബെ മുട്ടയും പിന്നെ ഈ മാമന്.
ബോംബെയിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോന്നോ? ബോംബെ വെച്ചൊരു വലിയൊരു കഥയുണ്ടായി. ഈ കഥയെന്ന് നീ കേൾക്കണോ? കേക്കണ്ട. പറഞ്ഞു വരുമ്പോഴേ മനസ്സിലാവുന്നു ഇത് സൂപ്പർ കള്ളം പറയാനുള്ള പോക്കാണ്. അതുകൊണ്ട് നീ കേക്കണ്ട മാമ. ഒരു കാര്യമുണ്ട്, എനിക്ക് അത്രയും പെട്ടെന്ന് പോണം. ഇവിടെ നല്ല കത്തി കിട്ടൂ. നല്ല കത്തി ഇവിടെ ഉണ്ടല്ലോ. എവിടെ? അതുകൊണ്ടിരിക്കുന്നു ശ്രീവിദ്യ. എന്റെ പൊന്നെ, ഇതുപോലെ കത്തി വെക്കുന്നത് കൊച്ചിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മാമ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയം കളഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഏത് സമയം ഇവിടെ വരും. എനിക്ക് എത്രയും പെട്ടെന്ന് പോണം മാമ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ മാമന്? ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ ഉണ്ടാക്കാതെ മാമന് പറയാം ഇടികൊള്ളും ഞാൻ. എടാ, നിന്റെ ലാഭത്തിന് വേണ്ടിയ മാമ കിടന്ന് ആലോചിക്കുന്നത്. അതെന്തോ എന്റെ ലാഭം? എടാ, ഞാനിത് അടിച്ചെന്ന നീ എനിക്ക് എന്ത് തരാന്നാ പറഞ്ഞത്? സ്വർണ്ണമാല ആണല്ലോ. അപ്പൊ ഞാൻ ഇത് അടിച്ചു കഴിയുമ്പോഴത്തേന് നീ സ്വർണ്ണമാല പൊട്ടിച്ചോണ്ട് വരും. വീണ്ടും നിന്നെ പോലീസ് പിടിക്കും. വീണ്ടും കൈ വലങ്ങിടുവോ? വീണ്ടും നീ ഓടി വരും. വീണ്ടും ഞാനിത് അടിച്ചു തരും. വീണ്ടും നീ പോയി സ്വർണ്ണമാല പൊട്ടിച്ചോണ്ട് വരുവോ? അങ്ങനെ പൊട്ടിക്കും എടുക്കും, പൊട്ടിക്കും എടുക്കും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് നീ നേരെ പോയി 10-35 സ്വർണ്ണമാല പൊട്ടിച്ച് മാമന കൊണ്ട് താ. ഇതെല്ലാ വിലം കൂടെ മാമ ഒറ്റ അടിക്ക് പൊട്ടിച്ചു തരാം. അഴിക്കാൻ അറിഞ്ഞുകൂടെങ്കി അതങ്ങ് പറഞ്ഞാ പോരെ കിളവാ. കിട്ടി. ഇതാ പറയുന്നത് ദൈവം പണ്ടൊക്കെ പെതുക്കെ ഇപ്പൊ ത്രൂ തരുവാണല്ലോ. ചെല്ലപ്പേണന്റെ മേക്കപ്പ് ഉഗ്രം കേട്ടോ. കറക്റ്റ് കണ്ടംപൂച്ച. ഈ കള്ള കണ്ടംപൂച്ച ഇല്ലേ, അതുപോലെ. ഞാൻ കയറ്റി വെച്ചു കണ്ടം പൂച്ച. എന്നാ പിന്നെ കരച്ചിലോട്ട് കൊടുക്കാം. അയ്യോ തകഞ്ഞല്ലേ? ഇത് പ്ലാൻഡ് ആയിരുന്നു കേട്ടാ. അതായത് സജിയണ്ണന് പൂച്ചേരെ ശബ്ദം ചെയ്യണം. അപ്പൊ കറക്റ്റ് സമയത്ത് നീ അത് ചോദിക്കാൻ പറഞ്ഞാ നീ അങ്ങനെ? ഇല്ല പറഞ്ഞില്ല. സജീവണ പൂച്ചയുടെ സൗണ്ട് സംസാരിക്കണം. ബാക്കി മൊത്തം ഒരു സ്കിറ്റ് ചെയ്തായിരുന്നല്ലോ. അയ്യോടാ, കാക്കയായോ? ആ, പൈസ തരാന്ന് പറഞ്ഞു ശ്വേത ചേച്ചി. അതല്ല, അയ്യന്റെ പൊന്നു. സജീവേട്ടനാണോ വിക്രമാദിത്യന് വേതാളത്തിന് ഡബ് ചെയ്തത്? അല്ലല്ല, അത് ഇതുപോലെയാണ് സംസാരിക്കുന്നത്. ഞാനത് ആദ്യം ചെയ്യുന്നത്. പാട്ടൊക്കെ പാടുന്നത്. പാട്ട് കേക്കണേ? ഉണ്ണി ബാബ പാടട്ടെ. അടിപൊളിയായിരുന്നു. കണ്ടോ, ഞങ്ങളുടെ ഇവിടെ സ്കിറ്റ് മാത്രമല്ല ഇങ്ങനത്തെ പെർഫോമൻസും കാണാൻ പറ്റും. സന്തോഷായില്ലേ? എന്നാ ഈ സന്തോഷത്തിൽ നമുക്ക് ബാറ്ററി നോക്കാം. ഒടിഞ്ഞു വീഴും. ഇല്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? വാ നോക്കാം. ധൈര്യത്തിൽ നിക്ക്. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി പല ചിരി താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി പല ചിരി. എനിക്കൊന്ന് പൂച്ചയും കൂടെ ചേർത്താണ് സ്കോർ ചെയ്തു തോന്നുന്നു. അല്ല, ഇത്രയും വരത്തില്ലായിരുന്നു. അല്ല ഇത്രയും വരില്ല. ഇത്രയും വരത്തില്ലായിരുന്നു. ഞാൻ കിളവി ചെയ്യാൻ വെച്ചിരുന്നതാ. ഗ്രൂമിങ്ങിൽ സാറ് അപ്പൊ സാറ് പറഞ്ഞ അല്ല ചേട്ടാ അത് മാറ്റി പിടിക്കുക, ഇന്ന രീതി ചെയ്യുക. സാറ് പറഞ്ഞു തന്നൊരു കണ്ടന്റ് ആണ്. അപ്പൊ സാറ് പറഞ്ഞ വ്യത്യസ്തമായി ചെയ്യണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പിന്നെ അവനൊക്കെ തന്നെ ജിഷോ നമ്മുടെ ഗ്രൂമർ, പിന്നെ അവനൊക്കെ തന്നെ ഏറ്റവും നമ്മൾ കിരൺ സരികയും പിന്നെ പ്രശാന്ത് കരകുളം നല്ല രീതി നമ്മളെ ഒരു രാത്രി കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു. ചേച്ചി 40,000 rupees ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ പൈസ നേടി. അപ്പൊ ഇനി ഇതുപോലെ മാറ്റങ്ങൾ വരട്ടെ, സ്കിറ്റുകൾ അടിപൊളിയാവട്ടെ, ചിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഓക്കെ.